കേരള 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും നടക്കാൻ പോകുന്ന അട്ടിമറികൾ, അതോടൊപ്പം തന്നെ പല സീറ്റിലും നടക്കാൻ പോകുന്ന ത്രികോണ പോരാട്ടങ്ങളുടെ വിധി എന്താകുമെന്നറിയാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം കാത്തിരിക്കുക തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സർവേ റിസൾട്ടുകൾ പ്രകാരം, ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ പ്രകാരം, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ കണക്കുകൾ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേരളത്തിൽ പല തരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിക്കുമെന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതായത് കേരളത്തിലെ ഓരോ ജില്ലകൾ നോക്കുമ്പോഴും പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ തന്നെ നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത് കൊല്ലം ജില്ലയിൽ എന്താണ് ഇത്തവണ സംഭവിക്കാനായി പോകുന്ന മാറ്റങ്ങൾ, അട്ടിമറികൾ, ട്വിസ്റ്റുകൾ എന്നൊക്കെയാണ്. കൊല്ലം 11 നിയമസഭാ മണ്ഡലങ്ങൾ, ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കുന്ന അട്ടിമറികൾ എന്തൊക്കെയാണ് എന്ന് തന്നെയാണ് കൃത്യമായി നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. ഈ 11 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും അവിടെ കരുനാഗപ്പള്ളി, ചവറ, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, ചാത്തന്നൂർ, കൊല്ലം, ഇരവിപുരം, ഇവിടങ്ങളിലൊക്കെ തന്നെയും എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. LDFിൻ്റെ ഒരു തരംഗം, LDFിൻ്റെ ഒരു തേരോട്ടമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. UDFിന് കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഒന്നും തന്നെ കൊല്ലത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. 2021 11 നിയമസഭാ സീറ്റുകളിൽ 9 LDF നേടുകയായിരുന്നു. വെറും 2 മാത്രമായിരുന്നു അന്ന് UDF നേടിയത്. BJP കാര്യമായിട്ടുള്ള നേട്ടമൊന്നും തന്നെ കൊല്ലത്ത് ഉണ്ടായിട്ടില്ലായിരുന്നു. സീറ്റുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ കൊല്ലത്ത്, ഇടതുപക്ഷ ചായ്വുള്ള കൊല്ലത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്ന അട്ടിമറി? ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോഴത്തേക്കായാൽ പോലും കൊല്ലത്തെ ഇടതുപക്ഷത്തിന് വലിയൊരു തിരിച്ചടിയാണ് സംഭവിച്ചത്. അവിടെ UDF ഭരണത്തിൽ വരികയും കോർപ്പറേഷൻ ഭരണം അവിടെ പിടിക്കുകയും അതോടൊപ്പം തന്നെ BJPക്ക് അവിടെ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിൽ, അതായത് സീറ്റുകൾ അധികമായി നേടുന്ന തരത്തിലോട്ട് കൊല്ലത്ത് കാര്യങ്ങൾ മാറുകയും LDFിന് കനത്തൊരു തിരിച്ചടി അവിടെ ലഭിക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറി. അതുകൊണ്ട് തന്നെ 2026 തെരഞ്ഞെടുപ്പിൽ എന്ത് തരം മാറ്റങ്ങളാണ് കൊല്ലത്തെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കൃത്യമായി നോക്കാം. ഓരോ സ്ഥലങ്ങൾ വെച്ച് നോക്കാം. അതിലാദ്യം നമുക്ക് കരുനാഗപ്പള്ളി നോക്കാം. കരുനാഗപ്പള്ളി നിലവിൽ UDF ആണ്. ആ സീറ്റ് UDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് ഈ ഒരു സർവേ ഫലം വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇനി കുന്നത്തൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDFിൻ്റെ കൈവശമാണ്. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടെ പക്ഷേ LDF ആ സീറ്റ് നിലനിർത്താനാണ് സാധ്യത കൂടുതലായി കാണുന്നത്. ഇനി കൊട്ടാരക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും നിലവിൽ അത് LDFിൻ്റെ കൈവശമാണ്. അവിടെയും LDFിന് വോട്ട് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ സീറ്റ് നിലനിർത്താനുള്ള സാധ്യതയാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത്. പത്തനാപുരത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇനി പുനലൂരിലേക്ക് വരുമ്പോഴത്തേക്കും പുനലൂർ നിലവിൽ LDFിൻ്റെ കൈവശമാണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നതെന്ന് പറയുന്നത്. ഇനി ചടയമംഗലത്തിലേക്ക് വരുമ്പോഴത്തേക്കും ചടയമംഗലത്ത് ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാം. അവിടെ തീർച്ചയായിട്ടും ഒരു LDF UDF പോരാട്ടമായി മാറാം. അതുമാത്രമല്ല അവിടെ BJPക്കും കാര്യമായിട്ടുള്ളൊരു വോട്ടുള്ള ഒരു സ്ഥലമാണ്. 22,000 കൂടുതൽ വോട്ടുകൾ നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ BJP വോട്ടുകൾ നിർണായകമാവുന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം LDFിന് കാണുന്നു എന്ന് മാത്രം. കുണ്ടറയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ UDF ആണ്. അവിടെയും തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ UDFിനാണ് ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം കാണുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നേരെ കൊല്ലത്തിലേക്ക് വരുമ്പോഴത്തേക്കും കൊല്ലം നിലവിൽ LDFിൻ്റെ കൈവശമാണ് കൊല്ലം സീറ്റ്. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രവചനാതീതമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ മാറി മറിയാനായിട്ടുള്ള സാധ്യതയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നത്. അതായത് ആ സീറ്റ് അട്ടിമറിക്കപ്പെടാനും സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇരവിപുരത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDFിൻ്റെ കൈവശമാണ്. ആ സീറ്റ് അത് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നു. ഇനി ചാത്തന്നൂരിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ചാത്തന്നൂരിലാണ് BJP കാര്യമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത്. അതായത് അവിടെ നിലവിൽ LDF ആണ്. പക്ഷേ അവിടെ ഒരു ത്രികോണ പോരാട്ടമായിരിക്കും. അതായത് LDF BJP UDF തമ്മിലുള്ള ഒരു ത്രികോണ പോരാട്ടമായിരിക്കും. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. BJP ആണ് അവിടെ 2ാം സ്ഥാനത്ത്, UDF 3ാം സ്ഥാനത്താണ് അവിടെ നിൽക്കുന്നത്. അവിടെ തീർച്ചയായിട്ടും ഇത്തവണ LDFിന് വോട്ട് കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു. BJPക്ക് വോട്ട് വീണ്ടും കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു. UDFിന് നേരിയ തോതിലുള്ള വോട്ട് മുന്നേറ്റം നടത്താനായിട്ട് സാധിക്കുമെന്ന് കാണുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും LDFിനെ സംബന്ധിച്ച് ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് ചാത്തന്നൂർ മാറുമെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആ സീറ്റ്
നിലവിലത്തെ സാഹചര്യത്തിൽ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം LDF കാണുന്നു. പക്ഷേ ആ സീറ്റിൽ BJP സംബന്ധിച്ചിടത്തോളം ആയാൽ പോലും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്ന കാര്യത്തിൽ ഉറപ്പിച്ചു പറയാൻ പറ്റും. പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ LDF കാണുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും, അതായത് 11 നിയമസഭാ മണ്ഡലങ്ങൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും പലയിടങ്ങളിലും LDF വോട്ടുകൾ കുറയാനും അട്ടിമറിക്കപ്പെടാനുമായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും 9 സീറ്റുകളാണ് LDF നേടിയതെങ്കിൽ അതിൽ നിന്നും കുറവ് സംഭവിക്കാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് വ്യക്തമായി പറയുകയാണെങ്കിൽ LDF സംബന്ധിച്ചിടത്തോളം 9-ൽ നിന്നും അത് 6-ലേക്കോ 7-ലേക്കോ ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതേസമയം UDF 2 സീറ്റുകളായിരുന്നെങ്കിൽ അത് 3-ഓ 4-ഓ ആയി മാക്സിമം മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇനി BJP സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റിൽ അവർക്ക് അവിടെ ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയണം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും LDF പലയിടങ്ങളിലും വോട്ട് കുറയും, UDF BJP പലയിടങ്ങളിലും വോട്ട് കൂടാനായിട്ടുള്ള സാധ്യതയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും LDF ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു. കൊല്ലത്ത് UDF സീറ്റുകൾ കൂടും, BJP പലയിടത്തും വോട്ട് കൂടാനായിട്ട് സാധ്യത കാണുന്നു. അവിടെ ചാത്തന്നൂർ ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറും, പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും, വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അവിടെ ഒരു ത്രികോണ പോരാട്ടമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. പക്ഷേ എന്താണ് ജനവികാരം, എന്താണ് ജനങ്ങളുടെ ഒരു യഥാർത്ഥ വിധി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് LDF തന്നെ 2021 പോലെ തന്നെ ആവർത്തിക്കുമോ, അതല്ല അവിടെ ഒരു മാറ്റം അട്ടിമറി ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, UDF കാര്യങ്ങൾ മാറുമോ, BJP എന്തെങ്കിലും തരത്തിലുള്ള അവർക്ക് വിജയസാധ്യത നിലനിൽക്കുന്ന ഒരു സീറ്റിൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, ബാക്കിയുള്ള പല സീറ്റുകളിലും അവർക്ക് വോട്ട് ശതമാനം ഉയർത്താനോ അട്ടിമറി നടത്താനോ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.